യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ നീറിപ്പുകയുമ്പോൾ ലോകത്ത് ഇന്ധനവിലയും കത്തിപ്പടരാനാണ് സാധ്യത. ഉൽപാദന ചിലവ് കൂടുന്നതും കടത്തുകൂലിയിൽ ഉണ്ടായേക്കാവുന്ന വർധനയുമെല്ലാം എണ്ണവില കുതിച്ചുയരാൻ ഇടയാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് പറയുന്നത്. അതിലേക്ക് ഇസ്രായേൽ ഇറാൻ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുമ്പോൾ എണ്ണ വിപണിയിൽ തീ പടരുമെന്നാണ് പൊതുവിലുള്ള ആശങ്ക. എണ്ണയുടെ തീ വിലയെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സംസാരിക്കും. ഇസ്രയേൽ ഇറാൻ യുദ്ധം ആരംഭിച്ച ഉടനെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എണ്ണവിലയെ തന്നെയാണ്. ക്രൂഡ് ഓയിൽ പ്രൈസസ് ഏതാണ്ട് 7 മുതൽ 8% വരെ കൂടി. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധത്തിന് മുമ്പ് തന്നെ എണ്ണവില കൂടിത്തുടങ്ങിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് USA-യിലെ ഈ കരുതൽ ശേഖരം കുറയുന്നു എന്ന വാർത്ത വന്നതാണ്. അതിരിക്കട്ടെ, എന്താണ് ഈ ബ്രെന്റ് ക്രൂഡ് ഓയിൽ? അത് നോർത്ത് സീ ഓയിൽ ഫീൽഡ്സിൽ നിന്ന് ഡ്രിൽ ചെയ്യപ്പെടുന്ന എണ്ണയുടെ ഒരു കോമ്പോസിറ്റാണ്. ആ കോമ്പോസിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നിശ്ചയിക്കുന്ന വില സൂചികയാണ് ഈ ബ്രെന്റ് ക്രൂഡ് എന്ന് പറയുന്നത്, ബ്രെന്റ് ക്രൂഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ സംഘർഷം തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും എന്നാണല്ലോ ഇറാൻ്റെ ഭീഷണി. അതെങ്ങനെയായിരിക്കും ബാധിക്കുക? എന്താണെന്ന് വെച്ചാൽ, ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഇറാന്, പിന്നീട് UAE, സൗദി അറേബ്യയിലുള്ള അറേബ്യൻ പെനിൻസുലയിൽ നിന്നിട്ടുള്ള എണ്ണ ഇങ്ങനെ പിന്നെ ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നതും അതിനെ തന്നെയാണ്. അപ്പോൾ ഇത് അടച്ചാലും അടച്ചില്ലെങ്കിലും അവിടെ സംഘർഷം തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഷിപ്മെൻറ്റിനെ തടസ്സപ്പെടുത്തും. അങ്ങനെ ഷിപ്മെൻറ്റ് തടസ്സപ്പെടുത്തി പറഞ്ഞിരുന്നാൽ പിന്നെ കേപ്പ് ഗുഡ് ഹോപ്പിലൂടെ വേണം വരേണ്ടത്. അത് വരുമ്പോൾ 10 മുതൽ 15 ദിവസം അധികം എടുക്കും. $500 മുതൽ $1000 വരെ അധികം എക്സ്പെൻസ് ആവും. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ്, എക്സ്പോർട്ട് കോസ്റ്റ് ഒരു 40% മുതൽ 50% വരെ കൂടും. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് 20%, ലോകത്തിലെ 20% LNG പിന്നീട് ഷിപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മൊത്തം ഓയിലിൻ്റെ 1/5 അതിലൂടെയാണ്, ഈ കടലിടുക്കിലൂടെയാണ് വരുന്നത്. ഈ ഇന്ത്യ ഏതെല്ലാം രാജ്യങ്ങളിലാണ് പ്രധാനമായും ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത്? ഇന്ത്യ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്ന കുറച്ച് ഇറാനിലുണ്ടെങ്കിലും കൂടുതൽ നമ്മൾ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ചെയ്യുന്നുണ്ട്. റഷ്യയുണ്ട്. ഇത്തരം രാജ്യങ്ങളാണ് നമുക്ക് മുഖ്യമായിട്ടും ഉള്ളത്. കാരണം നമ്മുടെ 80% പിന്നീട് ക്രൂഡും ഇറക്കുമതിയാണ്. പെട്രോളും ഡീസലും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാത്ത സാധനങ്ങളില്ല. അപ്പോൾ ഫുഡ് മുതൽ മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് വരെ നമുക്ക് കത്തിക്കയറുന്ന വിലയാണ്. തീയെന്ന് പറയുന്നത് കടലിലെ തീ മാത്രമല്ല, ആകാശത്തിലെ തീ മാത്രമല്ല, കരയിലും തീയാകാൻ പോവുകയാണ്. ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ രൂപത്തിലാണെന്ന് മാത്രം.